Hi friends, Assalamualaikum. Welcome back to my channel. എല്ലാവർക്കും അൽഷിഫ ബ്ലോഗിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു സ്പെഷ്യൽ ജ്യൂസ് ആട്ടോ. ഇതിലോട്ട് ഒരു പുതിയൊരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട്. നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സാഗോ അതായത് ചവ്വരി എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനാവശ്യമായിട്ടുള്ള സാഗോ എടുക്കുക. ഇനി ഒരു പാത്രത്തിൽ അല്പം വെള്ളം വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തന്നെ തിളപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള സാഗോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 5-6 മിനിറ്റ് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന എല്ലാ വീഡിയോസ് റെസിപ്പീസുകളും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറന്നു പോവില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ സാഗോ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത്രയും മതി. ഇനി ഇതൊരു സ്ട്രെയിനറിലോട്ട് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് അല്പം നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കാരണം ഇത് തമ്മിൽ സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് ഞാനിവിടെ ചെറിയ പഴം എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുക്കണം. ഈ പഴം ഈ ഒരു തിക്നെസ്സിലാട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. കാരണം ഇത് മിക്സിയിൽ വെച്ചിട്ട് അടിച്ചെടുക്കാനുള്ളതല്ലേ. മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയ ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. ഒരു കുഞ്ഞു പീസ് ചേർത്താലും മതി കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം. ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് അതുപോലെ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നേരത്തെ കുക്കാക്കി വെച്ചിട്ടുള്ള സാഗോ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫുഡ് കളർ ഒന്നും ചേർക്കാതെ തന്നെ നാച്ചുറൽ കളറിലൂടെ നമ്മുടെ അടിപൊളി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണേ, ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇനിയും പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്